ഓഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെസ്റ്റീവ് ഫ്ലൂ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്രിസ്മസിന് മുമ്പ് വാക്സിനേഷനുകൾ എടുക്കണമെന്ന് NHS ഇംഗ്ലണ്ടിന്റെ മേധാവി ബ്രിട്ടീഷുകാരോട് അഭ്യർത്ഥിച്ചു. ഈ ശൈത്യകാലത്ത് UK-യിൽ ഫ്ലൂ, നോറോ വൈറസ്, RSV എന്നിവയുടെ കേസുകൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രതിദിനം ശരാശരി 1861 പനിബാധിതർ ആശുപത്രിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 402 ആയിരുന്നു. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ കണക്കനുസരിച്ച് നിലവിൽ 5-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഫ്ലൂ കേസുകൾ കൂടുതലാണ്. മുതിർന്നവരുടെ കേസുകൾ യഥാസമയം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സൗജന്യ ഫ്ലൂ ജാബിന് അർഹരായ ആളുകൾ ഫെസ്റ്റീവ് ഫീവർ ഒഴിവാക്കാൻ എത്രയും വേഗം വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ജനുവരി അവസാനത്തോടെ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പുതുവർഷത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഓഫീസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ വിൽക്കുന്ന ബ്രിട്ടീഷ് വിസ്കിയുടെ ഇറക്കുമതി തീരുവയിലുള്ള കുറവും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകൾക്കും കൂടുതൽ വിസകൾ വേണമെന്ന ഇന്ത്യയുടെ ആവശ്യവും വ്യാപാര ചർച്ചകളുടെ മുൻകാല പ്രധാന പോയിന്റുകളിൽ ഉൾപ്പെടുന്നു. നിലവിൽ ലോകത്തിലെ 5ാമത്തെയും 6ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള മൊത്ത വ്യാപാരം യഥാക്രമം ഒക്ടോബർ വരെയുള്ള 10 മാസങ്ങളിൽ $19.27 ബില്യൺ ആയിരുന്നു. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി മൂല്യം $12.18 ബില്യൺ ആണ്. UK-യിൽ കോട്ടയം നീണ്ടൂർ സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബർമിംഗ്ഹാമിന് സമീപം വുൾവർഹാംപ്ടണിൽ താമസിച്ചിരുന്ന ജെയ്സൺ ജോസഫാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജെയ്സൺ കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് സ്ഥാപന ഉടമകൾ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 വർഷം മുമ്പ് UK-യിലെത്തിയ ജെയ്സൺ അവിവാഹിതനായിരുന്നു. ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ഷെയറിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ 32-കാരനാണ് കാർ കിടങ്ങിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും 2 പുരുഷന്മാർക്കും ഡ്രൈവറിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ചിരഞ്ജീവി പങ്കുലരി എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കിഴക്കൻ ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ഷെയറിലെ പ്രധാന പാതകളിലൊന്നായ A6-ലാണ് അപകടമുണ്ടായത്. ചിരഞ്ജീവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടതായാണ് പോലീസ് വിശദമാക്കുന്നത്. നോർത്താംപ്ടൺ ഷെയറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള മാർക്കറ്റ് ഹാർബറിയോയിലേക്ക് പോകുന്നതിനിടയിലാണ് കാർ കിടങ്ങിൽ വീണത്. A6 റോഡിലുണ്ടായ അപകടം എങ്ങനെയാണ് നടന്നതെന്ന് കണ്ടെത്താൻ സംഭവത്തിന്റെ ദൃക്സാക്ഷികളിൽ നിന്ന് പോലീസ് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. കാറിന്റെ ഡാഷ് ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. സംഭവത്തിൽ 27-കാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. UK മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയിൽ നഴ്സ് തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. BSc നഴ്സിംഗോ അല്ലെങ്കിൽ GNM യോഗ്യതയോ IELTS OET UK സ്കോറും മെന്റൽ ഹെൽത്തിൽ CBT യോഗ്യതയും നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സൈക്യാട്രി സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് 18 മാസത്തെ പ്രവൃത്തി പരിചയവും വേണം. ukNHS.norca@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബയോഡേറ്റ, IELTS OET സ്കോർ കാർഡ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം 2024 ഡിസംബർ 20-നകം അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ www.norcaroots.org അല്ലെങ്കിൽ www.nifl.norcaroots.org എന്നീ വെബ്സൈറ്റുകളിലും വിവരങ്ങൾ ലഭ്യമാണ്. അഭയാർത്ഥികളെ പാർപ്പിച്ച റോത്രാമിലെ ഹോട്ടലിന് തീയിടാൻ ശ്രമിച്ച കലാപകാരിക്ക് 9 വർഷം തടവ്. വേനൽക്കാലത്ത് രാജ്യവ്യാപകമായ ക്രമക്കേടിന് ഇതുവരെ ലഭിച്ച ഏറ്റവും ഉയർന്ന ശിക്ഷയാണിത്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് റോത്രാമിലെ മാൻവേഴ്സിലെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിന് പുറത്ത് ബാരിക്കേഡുകൾ നിർമ്മിക്കാൻ സഹായിക്കുകയും അത് പിന്നീട് തീയിടുകയും ഹോട്ടലിനുള്ളിൽ ജനലിലേക്ക് പുറത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് നേരെ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് ഭീഷണിപ്പെടുന്ന ആംഗ്യങ്ങളും കാണിച്ചത് സംബന്ധിച്ച 31-കാരനായ ബാൺസ്ലി സ്വദേശി ഫിഷ്ലോക്കിനെയാണ് 9 വർഷത്തെ തടവിന് വിധിച്ചത്. 64 പോലീസ് ഓഫീസർമാർക്കും 3 കുതിരകൾക്കും 1 നായ്ക്കും പരിക്കേൽപ്പിച്ച മാൻവേഴ്സിൽ 12 മണിക്കൂർ നീണ്ട അക്രമത്തിന് ശേഷം ജീവൻ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ തീ കൊളുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട 2ാമത്തെ വ്യക്തിയായി ഫിഷ്ലോക്ക് മാറി. ഹോട്ടലിന് പുറത്തുള്ള ക്രമക്കേടിന്റെ പേരിൽ ഇതുവരെ 60 പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇയാൾ ഹോട്ടലിന് തീ കൊളുത്താൻ ശ്രമിക്കുന്ന സമയത്ത് 200-ലധികം അഭയാർത്ഥികളാണ് ആ ഹോട്ടലിലുണ്ടായിരുന്നത്.
കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കൗൺസിലുകളെ നിർബന്ധിക്കാതെ ഇംഗ്ലണ്ടിലെ ഭവന പ്രതിസന്ധി പരിഹരിക്കാനാവില്ലെന്ന് സർക്കാർ പറഞ്ഞു. പ്രതിവർഷം 3,70,000 വീടുകൾ നിർമ്മിക്കാനാണ് ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത്. ചാരിറ്റി സംഘടനയായ ഷെൽട്ടർ നടത്തിയ ഗവേഷണത്തിൽ നിന്ന് ഇംഗ്ലണ്ടിൽ ഭവനരഹിതർ 14% വർദ്ധിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കി. സാമൂഹ്യ ഭവനങ്ങളുടെ അഭാവമാണ് ഇത്തരത്തിൽ ഭവനരഹിതർ വർദ്ധിക്കാനിടയാക്കിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏകദേശം 3,60,000 ആളുകൾ ഇപ്പോൾ താൽക്കാലിക താമസ സ്ഥലങ്ങളിൽ താമസിക്കുന്നു. 5 വർഷത്തെ തങ്ങളുടെ ഭരണകാലയളവിൽ 15 ലക്ഷം വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പതിനായിരത്തിലധികം സിവിൽ സർവീസ് ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിമാർ പദ്ധതിയിടുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ചാൻസലർ റേച്ചൽ റീവ്സ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ ബജറ്റിൽ 5% വെട്ടിക്കുറയ്ക്കാൻ ഉത്തരവിട്ടതോടെ സിവിൽ സർവീസ് ജോലി വെട്ടിക്കുറയ്ക്കൽ അനിവാര്യമാണെന്ന് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറഞ്ഞു. വേനൽക്കാലത്ത് 66,000 സിവിൽ സർവീസ് റോളുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള കൺസർവേറ്റീവുകളുടെ ലക്ഷ്യം പുതിയ ലേബർ സർക്കാർ ഉപേക്ഷിച്ചു. എന്നാൽ 10,000-ലധികം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ UK കേന്ദ്ര ഗവൺമെന്റിൽ 5,13,000 ഫുൾ ടൈം സിവിൽ സർവീസുകാരുണ്ട്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.